ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് കോൺസ് റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യം നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ പ്രീ കട്ട് സെല്ലോഫെയിൻ ഷീറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈക്വലായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കയറി കാണണം കേട്ടോ. അപ്പോൾ ഈക്വൽ അളവിൽ പ്രീ കട്ട് ഷീറ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് ഒരു ബോൾ പിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഹിജാബൊക്കെ കുത്താൻ ഉപയോഗിക്കുന്ന മുട്ടുസൂചിയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിവിടെ ഒരു മെറ്റാലിക് സെല്ലോഫെയിൻ ഷീറ്റിൻ്റെ പ്രീ കട്ടാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് റോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇത് വന്നിട്ട് 25 മൈക്രോണിൻ്റെ ആണ് ഈ ഷീറ്റ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പും അതിൻ്റെ ഡിസ്പെൻസറും വേണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഡയറക്റ്റായിട്ട്. അതിന് വേണ്ടി ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു പ്രീ കട്ട് ഷീറ്റ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇനി ഈ പ്രീ കട്ട് ഷീറ്റിൻ്റെ ലെങ്ത്തിൽ 1/4 ഭാഗം വരുന്ന പോയിന്റിൽ നമ്മളുടെ അടുത്ത് നിന്ന് 1/4 ഭാഗം വരുന്ന രീതിയിൽ തമ്പ് ഹോൾഡ് ചെയ്ത് അതേ സൈഡിലുള്ള ലെങ്ത്ത് കൂടിയ കോർണർ തമ്പിരിക്കുന്ന പൊസിഷനിലേക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കോൺ റോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെ പതുക്കെ റോൾ ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺ സ്ട്രക്ചർ വരുന്ന പോലെ നമ്മൾ റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ തമ്പും ഗ്രിപ്പ് വിടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടിപ്പിൽ ഒരു ചെറിയ ഹോൾ കാണാൻ പറ്റും. ആ ഹോളിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലേക്ക് നമ്മൾ ഈ ബോൾ പിൻ ഇറക്കി കൊടുക്കുക. ബോൾ പിൻ ഇറക്കിയ ശേഷം നമ്മൾ കോണിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ലെയറുണ്ട്. തമ്പ് മുറുക്കി പിടിച്ച ശേഷം ആ ഒരു ലെയർ, ഉള്ളിലൊരു ലെയർ കാണാം. ആ ലെയർ ട്വിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വലിക്കുക. തമ്പ് മുറുക്കി പിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ പുള്ളി ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നിരിക്കുന്ന ആ പോയിൻ്റ് ടൈറ്റായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ ഒരു കോർണറും കൂടി ഉണ്ടാവും. നമ്മൾ റോൾ ചെയ്തെടുത്തതിൻ്റെ ഒരു ടിപ്പ് ഉണ്ടാവും. ഈ കോർണറാണ് നമ്മൾ ചേർത്തൊട്ടിക്കാനുള്ളത്. അതും കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ കോൺ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്വിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോണിൻ്റെ ടിപ്പ് പിന്നിൻ്റെ അതേ ഡയമീറ്ററിൽ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് ടൈറ്റായി എന്ന് മനസ്സിലാവാന്നുണ്ടെങ്കിൽ നമ്മുടെ പിൻ ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അങ്ങനെ ഒരു പൊസിഷനിൽ വേണം നമ്മൾ കോണിനി ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമുക്കൊരു ട്രയാങ്കുലർ കോർണർ കിട്ടും തമ്പ് വെച്ച പൊസിഷനിൽ. ആ ട്രയാങ്കുലർ കോർണർ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കോണിൽ റോൾ ചെയ്ത് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുക. അതൊക്കെ കോൺ ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ടേപ്പ് കോണിൽ ചേർന്നൊട്ടും നമുക്ക് കാണാം. നമ്മുടെ കോൺ നമ്മൾ സെക്യൂറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ പിൻ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നും കൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഈ കോണിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് ഒരു ഓപ്പൺ കോർണർ കാണാൻ പറ്റും. നമ്മൾ ഒട്ടിച്ച കോർണർ കൂടാതെയുള്ള അപ്പുറത്തെ സൈഡിലെ കോർണർ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതും കൂടി ഒന്ന് നമുക്ക് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. നമ്മളപ്പോൾ ഒട്ടിച്ച് സെക്യൂറാക്കി എടുത്തപ്പോൾ നമ്മുടെ കോൺ ഇവിടെ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പർപ്പിൾ മെറ്റാലിക് സെല്ലോഫെയിൻ ഷീറ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അതേ ലെങ്ത്തും ബ്രെഡ്ത്തിലുള്ള ഷീറ്റാണ്, പ്രീ കട്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/4 ഭാഗത്ത് വിരൽ വെച്ച ശേഷം അതൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് തമ്പ് ടൈറ്റായി ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് ടിപ്പ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ടിപ്പിൽ നമ്മൾ ബോൾ പിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ബോൾ പിൻ ടൈറ്റ് ആവുന്ന പോലെ ഉള്ളിൽ ലെയർ പുറത്തേക്ക് വലിക്കുക.
തമ്പ് മുറുക്കെ പിടിച്ചിട്ട് വേണം പുറത്തേക്ക് വലിക്കാൻ. അങ്ങനെ വലിച്ച് നമുക്ക് ആവശ്യമുള്ള ടൈറ്റ്നെസ് ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം കോണിൻ്റെ ട്രയാങ്കുലർ ഷേപ്പിൽ നിൽക്കുന്ന കോർണർ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനുശേഷം പുറമേ നിൽക്കുന്ന ഔട്ടർ ലെയറിൻ്റെ ഒരു കോർണറും കൂടി നമ്മൾ ഒരു പീസ് സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. നമ്മളുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ 2 കോൺ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ പ്രീകട്ട് ഷീറ്റുകളും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലും ഒരേ ലെങ്ത്തിലും ഒരേ വിഡ്ത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കോൺസും ഒരേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ വെച്ച് റോൾ ചെയ്യുന്നതിനുള്ള ഒരു ബെനിഫിറ്റാണ് നമുക്ക് എല്ലാ കോണിൻ്റെ ടിപ്പ് സൈസും ഒരേ ലെങ്ത്തും കിട്ടുന്നുള്ളത് കോൺസിനെല്ലാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബോൾ പിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് 0.32 മില്ലിമീറ്ററിൻ്റെയും 0.38 മില്ലിമീറ്ററിൻ്റെയും 0.5 മില്ലിമീറ്ററിൻ്റെയും ഒക്കെ പിൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതിപ്പോൾ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്ത് കാണിച്ചത്. നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു ഐറ്റമാണല്ലോ ഇത്. പിന്നെ 0.5 മില്ലിമീറ്ററിൻ്റെ പ്ലാസ്റ്റിക് പിന്നാണ്. ഇതിൻ്റെ ഡയമീറ്റർ ആണ് കേട്ടോ 0.5 മില്ലിമീറ്റർ പിന്നിൻ്റെ. നമ്മൾ കടയിൽ നിന്ന് കോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ടിപ്പിൽ വരാറുണ്ട്. നമ്മുടെ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള കോൺസിൻ്റെ ഒക്കെ ടിപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഇത് 0.5 മില്ലിമീറ്ററിൻ്റെ പ്ലാസ്റ്റിക് പിന്നുകളാണ് ഇത്. കാണാൻ പറ്റുന്നില്ലേ? ഇതിൻ്റെ ഡയാമീറ്റർ നമ്മൾ പറയുന്നത് ആ ഡയാമീറ്ററിനനുസരിച്ചായിരിക്കും നമ്മൾ കോണിൽ നിന്ന് വരുന്ന ഓരോ സ്ട്രോക്കും ഉണ്ടാവുക. ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സ്ട്രോക്കും ആ ഒരു ഡയമീറ്ററിൻ്റെ വിധത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത ബോൾ പിന്നിൻ്റെ ഈ പിന്നിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ ഒക്കെ ചെറിയ ഡിസൈൻസ് ഇൻട്രിക്കേറ്റ് ഡിസൈനൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.